അപ്പോൾ ഇവിടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 9 ഇനത്തിൽപ്പെട്ട തേനുകൾ നമുക്ക് രുചിച്ച് നോക്കാനുള്ളൊരു സൗകര്യം ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 ഇനത്തിൽപ്പെട്ട തേനുകൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വന്നതില് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാണ്, തേൻ ടേസ്റ്റിംഗ് ആണ്. അപ്പൊ ഇത് എന്താ പേര്? നമ്മള് സിഡർ ഹണി എന്ന് പറയുന്ന കശ്മീരിൽ നിന്ന് വരുന്ന തേനാണ്. ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ തേനാണ്. ഈവൻ ഡയബറ്റിക് ആയ ആൾക്ക് വരെ ഡയറക്ട്ലി കഴിക്കാൻ പറ്റുന്ന തേൻ കൂടിയാണ് സിഡർ ഹണി എന്ന് പറയുന്നത്. നേരെ കഴിക്കാം. സ്റ്റെറിലൈസ്ഡ് സ്പൂൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതേപോലെ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ഹണി എന്ന് പറയുന്നത് മലന്തേനാണ്, പെരുന്തേനീച്ചയുടെ തേനാണ്. വലിയ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഈച്ചയുടെ തരം തേനാണ്. ഈ തേന് നമുക്ക് മെഡിസിനിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം പിന്നെ നമ്മൾ ഈ അധികം യൂസ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടി കുറയ്ക്കാനും തടി കൂട്ടാനൊക്കെ തേൻ യൂസ് ചെയ്യുന്നതല്ലേ, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തേനാണ്. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് പിന്നെ നമ്മൾ ഇവിടുത്തെ വയനാടൻ ഫോറസ്റ്റ് ഹണിയാണ്. അതായത് ഇവിടെയുള്ള തേനാണ്. അതെ അതെ, ഇവിടുത്തെ വയനാട്ടിൽ തന്നെയുള്ള കാട്ടുതേനാണ്. ഇത് നമുക്ക് ഡെയിലി തേൻ കഴിക്കുന്ന ആൾക്കാർ, ഇപ്പോ ഈ ദോശയുടെ കൂടെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബ്രെഡില് ജാമിന് പകരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തേനുമാണ്. അപ്പൊ നമ്മള് 3 ഇനത്തിൽപ്പെട്ട തേനുകൾ രുചിച്ചു നോക്കി. 3ഉം വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 9 ഇനത്തിൽപ്പെട്ട തേനുകൾ രുചിച്ച് നോക്കാൻ വേണ്ടി നമ്മൾ പ്രിയപ്പെട്ട സാറ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പക്ഷെ നമ്മളൊരു സമയക്കുറവ് കൊണ്ടാണ് അത് 3 എണ്ണത്തിൽ ലിമിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് തേനിനെ കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ മച്ചാനെ, ഇതെന്താ ചെവി കേൾക്കുന്നില്ലേ? ആ തേനീച്ചേ, ഇത് പോക്ക. അപ്പൊ നമ്മുടെ ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഹാഷിം സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്നാ ചോദിച്ചോ. വാട്ട് ഈസ് ദി പ്രത്യേകത ഓഫ് തേനീച്ച? എന്നാ സാറ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒരു തേനീച്ചക്കൂടിന്റെ ഉള്ളിലെ 3 തരം തേനീച്ചകളാണ് ഉണ്ടാവുക. സാധാ ആൺതേനീച്ച ഉണ്ടാവും, പെൺ തേനീച്ച ഉണ്ടാവും, അതിന്റെ പുറമെ അതിലൊരു റാണിയും ഉണ്ടാവും. സാധാ പെൺ തേനീച്ചകളെ വർക്കർ ബീസ് എന്നും ആൺ തേനീച്ചകളെ ഡ്രോൺ ബീസ് എന്നും അതേപോലെ റാണി തേനീച്ചയാണ് അവ കൂട്ടിലുണ്ടാവുക. അതിൽ പെൺ തേനീച്ചകളെ പേര് പോലെ തന്നെ, വർക്കർ ബീ എന്നുള്ള പേര് പോലെ തന്നെ, അവരായിരിക്കും ആ കൂടിൽ നടക്കുന്ന എൻറ്റയർ ജോബ്സും, എന്തൊക്കെ പണികൾ ആ കൂടിൽ ചെയ്യുന്നുണ്ടോ അത് മൊത്തം ചെയ്യുന്നത് അവരായിരിക്കും. ആൺ തേനീച്ചകള് മടിയൻ തേനീച്ചകളാണ്. ഈ റാണിയും അതേപോലെ തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യില്ല. പക്ഷെ റാണിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ജനറേഷൻ ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാനുള്ള കപ്പാസിറ്റി അത് റാണിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എത്രത്തോളം പെൺ തേനീച്ചകൾ ആ കൂടുതലുണ്ടെങ്കിൽ തന്നെ അതിലൊന്നും കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. റാണിക്കാണെങ്കിൽ ഒരു ദിവസം 1000 മുതൽ 2500 മുട്ടകൾ വരെ ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. തേനില് കളർ ഡിഫറൻസ് വരുന്നത് ചില ആൾക്കാരൊക്കെ പറയും, ഈ കളർ വെച്ചിട്ട് തേനിനെ മെഷർ ചെയ്യാൻ നിൽക്കും. പണ്ടത്തെ ആൾക്കാർ പറയും ഈ കറുത്ത നിറത്തിലുള്ള തേന നല്ല തേന്, അല്ലെങ്കിൽ ലൈറ്റ് കളറുള്ള തേന നല്ല തേന് എന്നൊക്കെ പറയും. പക്ഷെ തേൻ ഒരിക്കലും നമുക്ക് കളർ വെച്ചിട്ട് അളക്കാൻ കഴിയില്ല. ഒരു 3-4 കാലങ്ങൾ കൊണ്ട് ശരിക്കും തേനിൽ കളർ ഡിഫറൻസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ ഒന്ന് തേനീച്ചയും, രണ്ടാമത് എടുക്കുന്ന പൂവാണ്. ഏത് തേനീച്ചയാണോ പൂവിൽ പോയി തേൻ ഭക്ഷിക്കുന്നത്, അതുപോലെ ഏത് തേനാണ് തേനീച്ച ഭക്ഷിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് തേനിൽ മെയിൻലി കളറിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതേപോലെ ഏത് കാലാവസ്ഥയും അതേപോലെ തേനിന്റെ പഴക്കും അതും തേനിൽ കളർ ഡിഫറൻസ് വരാനുള്ള ചാൻസ് ആണ്. ഈ തേനുകളൊക്കെ കാണുമ്പോൾ ഏകദേശം ചെറിയ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇതിനെ കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഫ്ലാഷ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ തേനും ഓരോ കളറായിരിക്കും. തേനീച്ചയുടെ ലൈഫ് സൈക്കിളാണിത്. ഈ റാണിയാണ് തേനീച്ചക്കൂടിൽ മുട്ടയിടുക. റാണി മുട്ടയിട്ടതിന് ശേഷം അത് ലാർവ സ്റ്റേജിൽ എത്തുമ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ലാർവ പ്യൂപ്പായിട്ട് മാറുന്നതും അഡൽട്ടായി മാറുന്ന ഒരു ലൈഫ് സൈക്കിളാണിത്. ഇതാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ചേമ്പർ. ഇതിലേക്കാണ് തേനിനെ ഡംപ് ചെയ്യുക. റോ ആയിട്ട് കിട്ടുന്ന തേനിനെ ഇതിലേക്ക് ഡംപ് ചെയ്തതിനു ശേഷം ഇവിടെ വെച്ച് ഞങ്ങൾ തേനിനെ ഡബിൾ ബോയിലിംഗ് ചെയ്യും. തേൻ ഒരിക്കലും ഡയറക്ട്ലി ചൂടാക്കാൻ പാടില്ല. തേനെ ഡയറക്ട്ലി ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേനിലുള്ള ഗ്ലൂക്കോസുകൾ മൊത്തം കാർബൺ ആയിട്ട് മാറും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, തേനെ ഡയറക്ട്ലി ചൂടാക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ജാക്കറ്റഡ് ചേമ്പർ ആണ്. ഈ ഔട്ടർ ലെയറിൽ മൊത്തം വെള്ളം നിറച്ചിട്ട് ഈ വെള്ളത്തെ ഞങ്ങൾ ചൂടാക്കും.
വെള്ളം ചൂടാകുന്ന അനുസരിച്ചിട്ട് തേനും ചൂട് തട്ടും. തേന് ചൂട് തട്ടുമ്പോൾ തേനിന് വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ട് തേൻ അടിയിലോട്ടും പോകും. തേനിൽ വരുന്ന എല്ലാ രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസും ഈ വാക്സും വേസ്റ്റും ലാർവിയും എല്ലാം മെൽട്ടായിട്ട് അത് മേലെ വന്ന് കിടക്കുകയും ചെയ്യും. അതിനെ നമ്മൾ ഈ സ്റ്റിറർ മെഷീൻ വെച്ച് കറക്കുമ്പോൾ അത് ഈ ഒരു ടൈപ്പിലോട്ടായിട്ട് മാറും. അതൊരു ഫോം ടൈപ്പിലോട്ടായിട്ട് മാറും. അപ്പം ഈ ഒരു ഫോമിനെ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു മൈക്രോ ആയിട്ടുള്ള ഫിൽറ്ററിലോട്ട് അടിച്ച് കയറ്റുക ചെയ്യും. ഈ ഫിൽറ്ററിലോട്ട് അടിച്ച് കയറ്റുമ്പോൾ ആ ഒരു വാക്സും വേസ്റ്റും ഒക്കെ അതിൽ സ്ട്രെക്ക് ആയിട്ട് നമുക്ക് അവിടുന്ന് ഔട്ട്പുട്ട് കിട്ടും. ആ ഒരു ചേമ്പറിലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് തേനിലെ മോയ്സ്ചർ അളക്കാം. റിഫ്ലക്ട്രോമീറ്റർ എന്ന് പറയുന്ന ഒരു മീറ്റർ ആണിത്. ഇത് വെച്ചിട്ട് തേനിലെ മോയ്സ്ചർ അളക്കാം. 20% താഴെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തേന് നമുക്ക് അവിടെ നിന്ന് പാക്ക് ചെയ്യാം. ഇനി അതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഞ്ചക്ഷൻ പമ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് തേന് ഡോസ് രൂപത്തിലാക്കിയിട്ട് ആ ടോപ്പ് ടവറിന് മേലെ കൊണ്ടുവന്നിട്ട് ഈ ഒരു എയർ കടക്കാത്ത വാക്യൂം ചേമ്പറിലേക്ക് എന്ത് ചെയ്യാണ്, ഡോസ് ചെയ്യാണ്. ആ ഡോസ് ചെയ്യുന്ന ടൈമിന് അതിലുള്ള വാട്ടർ വേപ്പർ മൊത്തം ബബിൾസ് രൂപത്തിലാവുകയും ആ ബബിൾസുകളെ ഈ 750 bhp പവറുള്ള വാക്യൂം സക്ക് ചെയ്തെടുക്കുകയും ചെയ്യാണ്. ആ സക്ക് ചെയ്തെടുക്കുന്ന വാട്ടർ വേപ്പർ പിന്നെ പോകുന്നത് രണ്ടാമത്തെ ടവറായിട്ടുള്ള കൂൾ ടവറിലൂടെയാണ്. ആ കൂൾ ടവറിലൂടെ ആ വാട്ടർ വേപ്പർ പോകുമ്പോൾ അത് ആ ഒരു വാട്ടർ വേപ്പർ ജലാംശമായിട്ട് കൺവേർട്ട് ആയിട്ട് കണ്ടൻസേഷനാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്. വെള്ളം വേറെ ആയിട്ടും തേൻ വേറെ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാണ്, ഔട്ട്പുട്ട് കിട്ടുക ചെയ്യുന്നു. തേനീച്ച ശരിക്കും ഒരു നിസ്സാര ജീവിയല്ല. തേനീച്ചകൾക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ദൈവം കനിഞ്ഞ് സ്പെഷ്യാലിറ്റീസ് നൽകിയ ഒരു ജീവിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദൈവത്തിന് ദൈവം അവർക്ക് കൂടുതലായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് കൊടുക്കാനുള്ള കാരണം അതിലൊരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പം ഖുറാനൊക്കെ വായിച്ച ആൾക്കാർക്ക് അറിയാം, ഖുറാനിലൊരു ഒരു ഒരു അധ്യായം തന്നെ അതിലുണ്ട്. അവരുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പൂയിൽ പോയിട്ട് തേൻ ഭക്ഷിക്ക്, നിങ്ങളെ ഉദരത്തിൽ അതിനെ സൂക്ഷിക്ക്, മനുഷ്യർക്ക് അതിലുള്ള ശിഫയുണ്ടെന്നാണ്. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് അത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ജീവിയാണ്. അവര് ഓരോ പണി എടുക്കുന്ന എന്താണോ അവരെ പണി വരെ അവരെ കൂടുതൽ അസൈൻഡ് ആണ്. ഒരു തേനീച്ച ജനിച്ച മുതൽ അവർക്ക് 5 ദിവസമാണ് അവരെ കുട്ടിക്കാലായിട്ട് കൊടുക്കുന്നത്. 5ാമത്തെ ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം ആകുമ്പോൾ അവരെ ഡ്യൂട്ടിക്ക് ഇറങ്ങണം. അവർക്ക് ആദ്യം ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരെ ഹൗസ് കീപ്പിംഗ് ആണ്. അതിൽ കൂടുതൽ ക്ലീൻ ചെയ്യലാണ് ഈ ജനിച്ച പാടുള്ള 5ാമത്തെ ദിവസം മുതൽ അവർ ചെയ്യേണ്ട ജോബ്. അതിൽ നിന്ന് അവരെ ഉന്നതി കാണിക്കുകയാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻസ് കൊടുക്കും. ഈ പ്രൊമോഷൻസ് ആയിട്ട് ഇപ്പം ഈ ഹൗസ് കീപ്പിംഗ് എടുക്കുന്ന ആള് നെക്സ്റ്റ് ആയിട്ട് പോകുന്നത് അവര് ഫുഡ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. അത് കഴിഞ്ഞിട്ട് പൂവിൽ നിന്നൊരു തേനെടുക്കാനുള്ള ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറും. അത് കഴിഞ്ഞിട്ട് അവരെ കൂട് കാക്കാനുള്ള സോൾജിയേഴ്സ് ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് അവർ ഉന്നതിയായിട്ട് കിട്ടുന്ന ആൾക്കാരാണ് അതിലെ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനിസ്റ്റർ പവർ ഉള്ള ആൾക്കാരൊക്കെ. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. റാണിയെ വരെ സെലക്ട് ചെയ്യുന്നത് അവരാണ്. ആ ഒരു പൊസിഷനിലേക്ക് വരെ അവർക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മുടെ ഭൂതത്തിന്റെ കൂടെയുള്ള യാത്ര എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലം നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഭൂതത്തിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.